ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ദൈവം ഇടയാക്കിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് പ്രധാനമായും ചിന്തിക്കാനായിട്ട് പോകുന്നത്, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലരും എന്നോട് ചോദിച്ചു, നീ ഒരു യഹോവ സാക്ഷിക്കാരനാണോ, അപ്പോൾ യേശുക്രിസ്തു അല്ല യേശുനാമക്കാരനാണോ എന്നൊക്കെ പലരും എന്നെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചോദിക്കുകയുണ്ടായി. അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ബന്ധുക്കോസുകാരുടെ ഇടയിൽ നിന്നാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ, ബന്ധുക്കോസുകാരാണല്ലോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. കാരണം ദൈവവചനത്തിലുള്ള ദൈവത്തെ പലതായി ചിന്തിക്കുന്നതും പലതായി അവർ എടുത്തിരിക്കുന്നതും അതിനകത്ത് അവർ ചിന്തിക്കുന്നതിനപ്പുറം വന്നു കഴിഞ്ഞാൽ അത് ദുരുപദേശമാണെന്നും ചിന്തിക്കുന്നവരാണല്ലോ അവര്. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുകയാണെങ്കിൽ, ബൈബിൾ എന്ത് പറയുന്നുവോ അത് മാത്രമേ ഞാൻ അനുസരിക്കുവാൻ ആഗ്രഹിക്കുന്നുള്ളൂ. കാരണം ബന്ധുക്കോസുകാർ പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇവിടുത്തെ മതങ്ങൾ പറയുന്നത് പോലെ ദൈവം 3 പേരാണോ, 3 വ്യക്തികൾ കൂടുന്ന ഒരു ദൈവമാണോ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ യേശുനാമമാണോ എന്ന് ചോദിച്ചാൽ യേശുനാമമല്ല, ആ ഒരു ഇതിലൊന്നും ഞാൻ പെടുന്നില്ല. 66 പുസ്തകങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതാണ് ഞാൻ അനുസരിക്കാൻ ആഗ്രഹിക്കുന്നതും, അതാണ് ഞാൻ വിശ്വസിക്കുവാൻ ആഗ്രഹിക്കുന്നതും. ബന്ധുക്കോസുകാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിതാക്കന്മാർ അല്ലെ, അവരുടെ പിതാക്കന്മാർ പഠിപ്പിച്ചിരിക്കുന്ന ദൈവം 3 പേരാണെന്നും 3 വ്യക്തികളുമാണെന്നും. അപ്പൊ ബന്ധുക്കോസുകാർ പറയുന്ന ഒരു ന്യായം അത് തന്നെയാണ്. അത് തന്നെയാണ് കത്തോലിക്ക മുതൽ CSE വരെയുള്ളവരും അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. ഞങ്ങളുടെ പിതാക്കന്മാർ പഠിപ്പിച്ചു, അല്ലെങ്കിൽ മാതാപിതാക്കന്മാർ പഠിപ്പിച്ചു എന്നവർ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനപ്പുറമാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്ന ഒരു വാസ്തവം എന്ന് പറയുന്നത്. അപ്പൊ ദൈവവചനത്തിലെ ദൈവം ഏകനാണ് എന്ന് പറയുന്നുണ്ട്. ആവർത്തന പുസ്തകം 32:39 പറയുന്നു, ഞാൻ മാത്രമേ ഉള്ളൂ, ഞാനല്ലാതെ ദൈവമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. യെശയ്യാവ് 44:6 പറയുന്നു, ഞാനല്ലാതെ ഒരു ദൈവമുണ്ടോ, ഞാൻ ഒരുത്തനെ അറിയുന്നില്ല. യെശയ്യാവ് 44:8 പറയുകയാണ്, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തനുമില്ല എന്ന് 45:6 പറയുന്നു. യഹോവ പറയുകയാണ്, വേറൊരുത്തനുമില്ല, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാനല്ലാതെ നീതിമാനായ ദൈവവും രക്ഷിതാവുമില്ല, ഞാനല്ലാതെ വേറൊരു ദൈവം ഇല്ലല്ലോ എന്നും പറയുന്നു. ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല. അല്ലെ, അവിടെ പലരും പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യേശു കർത്താവ് എന്ന് തൃത്വക്കാർ പറയുന്ന ഒരു കാര്യം, പിതാവിനെ പോലെ തന്നെയാണ് ഒരു പുത്രൻ. അങ്ങനെ ഒരു കാര്യവും ദൈവവചനം പഠിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അല്ലെ, അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, ഞാനല്ലാതെ വേറൊരു ദൈവമില്ലല്ലോ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെ പോലെ ഒരുത്തനുമില്ല എന്നവിടെ പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ, അതായത് 3 പേരായിരുന്നുവെങ്കിൽ, അത് ദൈവം നേരത്തെ തന്നെ വെളിപ്പെടുത്തേണ്ടതാണ്. ഞങ്ങൾ 3 പേരാണ്, ഞാനും എന്റെ പുത്രനും പരിശുദ്ധാത്മാവും എന്ന് നേരത്തെ തന്നെ വെളിപ്പെടുത്തേണ്ട ഒരു വാസ്തവങ്ങളിൽ ഒന്ന് തന്നെയാണ്. അപ്പോ അവർക്കെല്ലാം പറയാനുള്ള 28-19 ആശീർവാദവും ഒക്കെയാണ് പറയുവാനുള്ളത്. 3 പേരുണ്ടെന്ന് തെളിയിക്കുവാനായിട്ട് 28-19, അത് 22-19, അതായത് മത്തായിയുടെ സുവിശേഷം 28-19, പിന്നെ ആ കൊരിന്ത്യരിൽ പറഞ്ഞിരിക്കുന്ന ആശീർവാദം ഒക്കെ എടുത്തിട്ടാണ്. പക്ഷെ ആ ആശീർവാദങ്ങൾ പല സ്ഥലങ്ങളിൽ പലതായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ അതെല്ലാം ഒന്ന് തന്നെ എന്നുള്ള കാര്യത്തിലാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം യോവേലിന്റെ പുസ്തകത്തിൽ 2:27 പറയുന്നു, ഞാൻ നിങ്ങളുടെ ദൈവമായ യഹോവ, മറ്റൊരുത്തനും ഇല്ല എന്നവിടെ പറയുന്നു. അപ്പൊ സർവ്വഭൂമിയിൽ എന്നെ പോലെ മറ്റൊരുത്തനില്ല. അപ്പം ഒരേ ഒരു ദൈവം തന്നെ ആയിരിക്കണം, അല്ലെങ്കിൽ അങ്ങനെ 3 പേരായിരുന്നുവെങ്കിൽ അത് നേരത്തെ പറഞ്ഞതായിരുന്നു. ഇനി നിങ്ങൾ എന്നെ ആരോട് സദൃശ്യനാകും? ഇപ്പോ തൃത്വക്കാരുടെ ഒരു പരിപാടിയാണ് സാദൃശ്യനാക്കുക, തുല്യനാക്കുക. ഇതെല്ലാം നേരത്തെ തന്നെ ദൈവവചനം അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ്. അല്ലെ, ഈ തൃത്വപണ്ഡിതന്മാരായ നമ്മുടെ പാസ്റ്റർ അനിൽ കൊടിത്തോട്ടവും അതുപോലെ തന്നെ ചേസ് ജോസഫ് പാസ്റ്ററും ഒക്കെ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സാദൃശ്യനാണ്, തുല്യനാണ് എന്നീ വാക്കുകളൊക്കെ അവര് പറയാറുണ്ട്. സാദൃശ്യം, ഇങ്ങനെയുള്ള വാക്കുകൾ അവർ ഉപയോഗിച്ചുകൊണ്ട് അവർ സംസാരിക്കാറുണ്ട് 3 പേരുണ്ടെന്ന് തെളിയിക്കാനായിട്ട്. പക്ഷെ ദൈവത്തിന് വിരുദ്ധമാണ്. അങ്ങനെ ഒരു പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരോട് ഉപമിച്ച് സദൃശ്യമാക്കും എന്നവിടെ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങൾ എന്നെ ആരോട് തുല്യമാക്കും. യെശയ്യാവ് 46:5 പറയുന്ന ഒരു കാര്യമാണ്. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തരും കൊടുക്കുകയില്ല. അല്ലെ, പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു ക്രിസ്തുവിന് മഹത്വം കൊടുത്തു, പിതാവ് മഹത്വം പുത്രന് കൊടുത്തു എന്ന് പറയുമ്പോൾ സർവ്വമഹത്വവും
മറ്റൊരാൾക്ക് കൊടുക്കുക എന്ന് പറയുന്നത് അതും നടപ്പുള്ള കാര്യമല്ല. അങ്ങനെ ഒരു കാര്യം ദൈവത്തിന് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളതാണ്, അല്ലേ? തന്നിലുള്ള മറ്റൊരാൾക്ക് അങ്ങനെ ഒരു കാര്യവും പറയുന്നില്ല. ഇനി സമനായത്, അല്ലെ, അത്യുന്നതന് സമനായവൻ എന്ന് പല തൃത്വക്കാരും പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സമനായവൻ എന്ന് പറഞ്ഞുകൊണ്ട് വാക്ക്, അതും ബൈബിൾ എന്ത് ചെയ്യുന്നു? ബൈബിൾ അതും പറയുന്നത് തെറ്റാണെന്ന് തന്നെയാണ് പറയുന്നത്. എനിക്ക് സമനായവൻ ആരെന്നാണ് ചോദിക്കുന്നത്. രമ്യ പുസ്തകം 49:19 ചോദിക്കുന്നത് എന്റെ സമനായിട്ടുള്ള ആരാണുള്ളത്? 50:44 അല്ലെ? ഇപ്പോ പുസ്തകക്കാർ പറയുമ്പോ സമനായ ഒരു പുത്രൻ, പിതാവിന് സമനായ ഒരു പുത്രൻ, അങ്ങനെയൊക്കെ സംസാരിക്കുന്ന തൃത്വക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഇവിടെയും ഇത് തന്നെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. ഹോശേയ 13:4 പറയുന്നു, എന്നെയല്ലാതെ വേറൊരു ദൈവത്തെ നീ അറിയുന്നില്ല. ഹോശേയ 13:4 എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടുമില്ല, ഇനി എന്റെ ശേഷം ഇനി ഉണ്ടാവുകയുമില്ല എന്ന് പറയുമ്പോ ഈ പറഞ്ഞ വാക്കുകളെല്ലാം നമ്മൾ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ, ബൈബിൾ വായിക്കുന്ന ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നമ്മൾ ഇതൊക്കെ അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. അത് ഇല്ലാതെ ആരെങ്കിലും ഒരു പാസ്റ്റർ പറഞ്ഞു അല്ലെങ്കിൽ ഒരു പുരോഹിതൻ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും നിങ്ങൾ ഇപ്പോൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ 66 പുസ്തകങ്ങളിലേക്ക് നിങ്ങൾ ഇതുവരെയും വന്നിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്, അല്ലെ? അതിന് ഞാനിപ്പോ ഇതിട്ട് കഴിഞ്ഞാൽ തന്നെ കുറേയധികം വാക്യങ്ങളുമായിട്ട് വരും. അവിടെ 2 പേരെ ഞങ്ങൾ കണ്ടു, അവിടെ 3 പേരെ ഞങ്ങൾ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പലരും എനിക്ക് കമന്റ് ഇടുവാനായിട്ട് വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അവർക്ക് എന്താണ് ഇവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഈ വചനത്തിന്റെ കറക്റ്റായ അർത്ഥം, പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ടാണ് ഈ സമത്വം പിടിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. നമുക്ക് പുതിയ നിയമത്തിലേക്ക് വരാം. അപ്പൊ പുതിയ നിയമത്തിൽ നമ്മൾ അനുസരിക്കേണ്ട ഒരു കൽപ്പന, പെന്തക്കോസ്തുകാര് കൽപ്പനകളെല്ലാം അനുസരിക്കണമെന്നാണ് പറയുന്നത്. പക്ഷെ യേശുക്രിസ്തു പറഞ്ഞ മുഖ്യ കൽപ്പന ഇതുവരെയും അവർക്ക് അനുസരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? അല്ലെ? 28:19 അന്ത്യകൽപ്പനയാണെന്നും പറഞ്ഞുകൊണ്ട് അത് അനുസരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അന്ത്യകൽപ്പനയാണെങ്കിൽ മുഖ്യ കൽപ്പനയുണ്ട്. മുഖ്യ കൽപ്പന ഏതാണെന്ന് പെന്തക്കോസ്തുകാർ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവർ അന്ത്യകൽപ്പനയാണ് പലപ്പോഴും കയറിപ്പിടിക്കുന്നത്. അത് കാണുമ്പോൾ നമുക്കറിയാം. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എല്ലാറ്റിനും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരേ ഒരു കർത്താവേ നമുക്കുള്ളൂ. പുതിയ നിയമത്തിൽ യേശുക്രിസ്തു പഠിപ്പിച്ചതാണ്. അപ്പം 28:19 വാദിച്ചുകൊണ്ടിരിക്കുകയാണ് 3 പേരുണ്ടെന്ന്. ഇവിടെ മുഖ്യ കൽപ്പന എന്ന് പറയുന്ന ഏക കർത്താവ്, അല്ലെ? അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ നോക്കുമ്പോൾ 1 എന്ന് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ എഖാദിന്റെ ഒക്കെ കാര്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ മറുപടി കൊടുത്തപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ചിരുന്നു നിങ്ങളോട്. അതുപോലെ തന്നെ നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്ന 5:44 വായിക്കുന്നത് ദൈവം ഒരുത്തൻ മാത്രം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവമോ ഒരുത്തൻ മാത്രം, അല്ലെ? അങ്ങനെയായിരുന്നു 2 ദൈവങ്ങളാണെങ്കിൽ പിതാവ് ഒരു ദൈവം, പുത്രൻ എന്നൊരു ദൈവത്തെ കുറിച്ച് പറയുന്നില്ല, പുത്രനായ ദൈവമെന്ന് ഒരിടത്തും പറയുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഈ രണ്ടാമതൊരാൾ കൂടി അവിടെ വന്നത് എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇവർക്ക് തെറ്റുപറ്റി എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. രണ്ടാമതൊരാളുടെ അവിടെ വരിക എന്ന് പറയുമ്പോൾ ദൈവം ഒരുത്തൻ മാത്രം എന്ന് പറയുന്നത് അനുസരിക്കാൻ ഇവർക്ക് ഇതുവരെയും കഴിയുന്നില്ല എന്നുള്ളതാണ്. 3 പേരുണ്ടെന്ന് തന്നെയാണ് ഇവർ അനുസരിക്കുന്നത്. ആ വാക്യമാണ് അവർ അനുസരിക്കുന്നത്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം ഒരുത്തൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഒരേ ഒരു സത്യ ദൈവം, അത് പിതാവാണെന്ന് തന്നെയാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഞാനിത് പറയുമ്പോ പറയും, കഴിഞ്ഞ പ്രാവശ്യം നീ പറഞ്ഞപ്പോ യേശുനാമക്കാരനായിരുന്നു എന്ന് പറയും. ഇപ്പൊ പറയും ഇവൻ പിതാവാദിയാണ് എന്ന് പറയും, അല്ലെ? ഒരേ ഒരു സത്യ ദൈവം പിതാവാണെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 17:3 പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മത്തായി 4:10, ലൂക്കോസിന്റെ 4:8 പറയുന്നു പിതാവിനെ മാത്രം ആരാധിക്കണം. അത് വലിയ തരമുള്ള കാര്യമല്ലേ? ഇപ്പോ പെന്തക്കോസ്തുകാരെ സംബന്ധിച്ചിടത്തോളം 3 പേരെ ആരാധിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അവർ പോകുന്നത്. അപ്പം ഈ പറയുന്ന വാക്യങ്ങളൊക്കെ പെന്തക്കോസ്തുകാരെ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? നിങ്ങൾ ഈ 3 പേരാണെന്നും 3 വ്യക്തികളാണെന്നും ഇവിടെ വന്ന് കമന്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ദൈവവചനത്തിൽ ഈ വാക്യങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നുണ്ടോ? എന്റെ വചനം അനുസരിക്കുന്നവനാണ് എന്നെ സ്നേഹിക്കുന്നവനാണ് കർത്താവ് പറഞ്ഞത്. കർത്താവ് പറഞ്ഞ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അനുസരിക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. കാരണം പിതാവിനെ മാത്രം ആരാധിക്കണം എന്ന് പറയുമ്പോ അപ്പൊ അവിടെ പുത്രൻ വന്നില്ലല്ലോ എന്നുള്ളതാണ് ഇവരുടെ നിരാശയെന്ന് പറയുന്നത്, അല്ലേ? അവിടെ പുത്രൻ വന്നില്ലല്ലോ. ഇപ്പൊ ഞാനിപ്പോ അത് പറയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാകാൻ വേണ്ടി പറയുന്നതാണ്. പല ആളുകളും പറയുന്നത് ഞങ്ങൾ കയറിപ്പോയി. നമ്മളിവിടെ കയറിയൊന്നും പോയിട്ടില്ല.
കാരണം ദൈവവചനം എന്ത് പറയുന്നുവോ അത് നിങ്ങൾ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോ അതിന്റെ ശരി ഞങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അത് എടുക്കേണ്ടവർക്ക്, അത് കേൾക്കുന്നവർക്ക് അത് മനസ്സിലാകും. അത് എന്താണ്, അനുസരിക്കേണ്ട കാര്യമല്ലേ എന്നുള്ള കാര്യം നിങ്ങളാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. ഇനി പിതാവ് മാത്രം സകലവും അറിയുന്നത്, പിതാവ് മാത്രമാണ് സകലവും അറിയുന്നത്. എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ എന്ന് പറയുന്നു. പിതാവ് എന്നേക്കാൾ വലിയവനല്ലോ എന്ന് പറയുന്നു. മനുഷ്യനായി എന്നെ നിങ്ങൾ കൊല്ലുവാൻ നോക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ ഇപ്പൊ പറയുന്നത് നിങ്ങൾ പറയും, ഞാൻ യഹോവ സാക്ഷിയാണ്. ആരാണ്? യഹോവ സാക്ഷിയാണ്. കാരണം യേശുക്രിസ്തു വെറും പുത്രനല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. ബന്ധുക്കോസുകാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓരോ തെറ്റുകളാണ് പിന്നീട് അവരെ കയറി ഒളിക്കുന്നത്. അല്ലെ, യേശുക്രിസ്തു പറഞ്ഞാൽ ഞാൻ വാതിലാകുന്നു, എന്നിൽ കൂടെ കിടക്കുന്നവൻ ദൈവത്തിന്റെ അടുക്കൽ അല്ലെ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. കാരണം അതൊരു യേശുനാമക്കാരനായതുകൊണ്ടോ അത് അല്ലെങ്കിൽ യഹോവ സാക്ഷി ആയതുകൊണ്ടോ അല്ലെങ്കിൽ പിതാവ് വാദി ആയതുകൊണ്ടോ അല്ല ഞാനത് അനുസരിക്കുന്നത്. ദൈവവചനം എന്ത് പറയുന്നു അത് അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അതുകൊണ്ടാണ് ഞാൻ അത് അനുസരിക്കുന്നത്. അല്ലാതെ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു സ്ക്രിപ്റ്റാണ്, യേശുനാമക്കാരാണ്, അതുപോലെ തന്നെ യഹോവ സാക്ഷികളാണ്, പിതാവാദികളാണ്, അല്ലെ, ഏകത്വവാദികളാണ്, ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് നിങ്ങളുടെ തൃത്വം. നിങ്ങളുടെ തൃത്വത്തിന്റെ തെറ്റുകൾ ഞങ്ങൾ കണ്ടുപിടിച്ചത് പറഞ്ഞപ്പോ നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നം. അതാണ് കാരണം. നിങ്ങൾ പറയുന്നു നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കുന്ന ഈ തൃത്വത്തിലൂടെയാണ് ദൈവം നിങ്ങളെ രക്ഷിക്കുന്നതെന്നും നിങ്ങൾ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ടിരിക്കുന്ന വേറൊരു നാമമില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ 3 പേരുടെയും 3 ദൈവങ്ങളുടെയും നാമത്തിലാണ് രക്ഷ വരുന്നെന്ന് ഒരിടത്തും എഴുതിയിട്ടില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ബൈബിൾ വീണ്ടും തിരുത്തിയെഴുതപ്പെടേണ്ടതായിരുന്നു എന്ന് ചിന്തിക്കണം. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ, അല്ലെ, ബൈബിളിലെ പല കാര്യങ്ങളും തിരുത്തി എഴുതപ്പെടേണ്ടവകൾ തന്നെയാണ് എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഈ പറയുമ്പോഴെല്ലാം നിങ്ങൾ പറയുന്ന വാക്യങ്ങളിലെല്ലാം 2 പേരുണ്ട്, 3 പേരുണ്ട്, അങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. ദൈവമോ ഒരുത്തൻ മാത്രം, അല്ലെ, ദൈവം ഒരുത്തൻ മാത്രമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് തോമസ് അപ്പോസ്തലൻ യേശുക്രിസ്തുവിനെ ദൈവം എന്ന് വിളിച്ചു? അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു വാസ്തവം എന്ന് പറയുന്നത്. എന്തുകൊണ്ട് എന്റെ കർത്താവും എന്റെ ദൈവവുമായി ഉള്ളവേ എന്ന് എന്തിനു വിളിച്ചു? അല്ലെ, അത് ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയും, അവൻ യഹോവ സാക്ഷിയാന്ന് നിങ്ങൾ എന്നെ വിളിക്കും. അല്ലെ, അതല്ലേ അതിന്റെ വാസ്തവം എന്ന് പറയാം. നിങ്ങൾ എന്നെ യഹോവ സാക്ഷി എന്ന് വിളിക്കും. കാരണം യേശു വെറും പുത്രൻ മാത്രമാണെന്ന് ഇതാ വർഗീസ് പറഞ്ഞു, അതുകൊണ്ട് വർഗീസ് അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് നിങ്ങൾ എന്നെ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾ എന്നെ അങ്ങനെ വിശ്വസിക്കും. അല്ലേ? അപ്പം ദൈവത്തിന്റെ ഏകത്വം എന്താണെന്ന് ഇന്നത്തെ തൃത്വവാദികൾക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. ഞാൻ ഈ പറയുന്ന ഒരു കൂട്ടത്തിലും പെട്ട ആൾക്കാരല്ല. ഈ കമന്റ് ചെയ്യുന്നവരോട് എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങളിങ്ങനെ കമന്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അല്ലാതെ ഞാൻ ആ ഒരു പട്ടികയിൽ പെട്ടവനേ അല്ല. ഈ 66 പുസ്തകങ്ങൾ ദൈവത്തെക്കുറിച്ച് എന്ത് പറയുന്നുവോ അതിനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ല, നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിൽ യേശുനാമക്കാരുണ്ടാകാം, യഹോവ സാക്ഷികൾ ഉണ്ടാകാം, പിതാവാദികൾ ഉണ്ടാകാം, ഏകത്വവാദികൾ ഉണ്ടാകാം, ഇതെല്ലാം ഉണ്ടാകാം. പക്ഷെ അതൊന്നും ഞാൻ അതിലൊന്നും പെടുന്ന ആളല്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. എന്നെ കേൾക്കുന്ന പ്രേക്ഷകരോടും അത് തന്നെയാണ് പറയുന്നത്. ദൈവവചനം എന്ത് പറയുന്നുവോ അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ദൈവത്തെ കുറിച്ച് ദൈവം ഏകനാണെന്ന് പറഞ്ഞാൽ അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഒരു പുസ്തകത്തിൽ ഒരാൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം അത് യേശുനാമമാണ്, യഹോവ സാക്ഷിയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതനുസരിക്കാനുള്ള, അത് കേൾക്കാനുള്ളതിനല്ല ഞാൻ ഇരിക്കുന്നത്. ഞാൻ ദൈവവചനത്തിലെ സൂക്ഷ്മമായ കാര്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. അത് അനുസരിക്കാൻ ബാധ്യതയുള്ളവരാണ് അനുസരിക്കേണ്ടത്. അല്ലാതെ ഇവിടെ വന്ന് എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ഇട്ടിട്ട് നിങ്ങൾ അതാണ് ഇതാണ് എന്ന് പറഞ്ഞിട്ട് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ദൈവവചനത്തിലെ മുഖ്യ കൽപ്പന എന്താണ്? അല്ലെ, പ്രധാന കൽപ്പന എന്താണ്? അന്ത്യകൽപ്പനയെക്കാട്ടിലും മുഖ്യ കൽപ്പനകൾ അവിടെ എഴുതിയിട്ടുണ്ട്. യേശുക്രിസ്തു മുഖ്യ കൽപ്പനയെ ഒരിക്കലും തെറ്റെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ തെറ്റെന്ന് പറയാത്തിടത്തോളം കാലം നിങ്ങൾക്കൊരിക്കലും 3 പേരുണ്ട് എന്ന് പറയുവാൻ നിങ്ങൾക്കൊരിക്കലും കഴിയില്ല. കാരണം ദൈവം ഒരുത്തൻ മാത്രമേ ഉള്ളൂ. അല്ലെ, പരിശുദ്ധാത്മാവും നിങ്ങൾ പറയുന്ന ദൈവമാണെന്ന്. നിങ്ങൾ എന്നിട്ട് ആ ദൈവത്വത്തെ മറച്ചു വെച്ചുകൊണ്ട് 3 വ്യക്തികളാണെന്നും 3 ആളത്വമാണെന്നും നിങ്ങൾ പറയുകയാണ്. പക്ഷെ അതും തെറ്റാണ്. അങ്ങനെ ഒരു കാര്യം ദൈവവചനത്തിൽ പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം എന്ന് പറയുന്നത്. അപ്പോ എന്നോട്
എന്നോട് യേശുനാമക്കാരനാണെന്ന് യഹോവ സാക്ഷിക്കാരാണെന്ന് പറയുന്നവരോടും ഞാൻ ഈ തരുണത്തിൽ ഈ വീഡിയോയിലൂടെ ഗുഡ് ബൈ പറയുകയാണ്. ഞാൻ ആ കൂട്ടത്തിൽ പെട്ടവനേ അല്ല. അതിനോട് ഞാൻ ഗുഡ് ബൈ പറയുന്നു എന്നുള്ളതാണ് എനിക്ക് പറയുവാനുള്ളത്. കാരണം ഞാൻ ദൈവവചനം എന്ത് പറയുന്നുവോ അതനുസരിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ബാധ്യസ്ഥതയിലാണ് ഞാൻ എൻ്റെ സുവിശേഷം ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഈ പറയുന്ന കാരണം ഈ പറയുന്ന നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സബ്ജക്റ്റിൽ പെട്ട ആളാണെന്ന് നിങ്ങൾ ചിന്തിക്കും. അത് നിങ്ങളുടെ തെറ്റാണ്, നിങ്ങളുടെ മിസ്റ്റേക്കാണ്. അത് നിങ്ങൾ മാറ്റി വെച്ചിട്ട് വേണം എൻ്റെ വീഡിയോകൾ ദർശിക്കുവാനെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോകൾ നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഗോഡ് ബ്ലെസ് യു.